ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി നൗ. നിങ്ങൾക്ക് വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം അത് അനിവാര്യമാണ് കേട്ടോ. നിങ്ങളെ തന്നെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമോ? സത്യം അതാണ്. വിജയം നേടാൻ വലിയ പണമോ അസാധാരണമായ കഴിവുകളോ വില കൂടിയ വസ്ത്രങ്ങളോ മാത്രം മതി എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. അതായത് ലോകം നമ്മളെ ആദ്യം കാണുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, അത് ആദ്യം കാണുന്നത് നമ്മളെ തന്നെയാണ്. അതായത് നമ്മൾ ഒരു മുറിയിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആളുകൾ നമ്മളെക്കുറിച്ച് ഒരു അഭിപ്രായം അവിടെ രൂപപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ആത്മവിശ്വാസം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ശരീരഭാഷ, നമ്മുടെ അച്ചടക്കവും വൃത്തിയും ഇവയെല്ലാം ചേർന്നതാണ് ആദ്യത്തെ പതിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ആദ്യം സ്വന്തം ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരണം. അത് അത്യാവശ്യമാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വില കൂടിയ വസ്ത്രം ധരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഉള്ള വസ്ത്രം വളരെ വൃത്തിയായിട്ട് ധരിക്കുക, നമ്മുടെ ചെരുപ്പ് വൃത്തിയായി സൂക്ഷിക്കുക, മുടിയൊന്ന് ഒതുക്കി വെക്കുക, മുഖത്ത് ആത്മവിശ്വാസത്തോടുള്ളൊരു പുഞ്ചിരി അങ്ങ് സൂക്ഷിക്കണം. ഇവ അത്യാവശ്യമാണ് കേട്ടോ. ഇവയ്ക്ക് വലിയ പണമൊന്നും വേണ്ട കേട്ടോ. വേണ്ടത് നമ്മുടെ മനസ്സും നമ്മുടെ ശീലവും മാത്രമാണ്. അത് നമ്മളെക്കൊണ്ട് മാറ്റാൻ കഴിയുന്നതുമാണ്. നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ലോകവും നമ്മളെ ബഹുമാനിക്കുന്നതെന്നൊരു സത്യം നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ. ഞാൻ നമ്മുടെ സമൂഹത്തിൽ വിജയിച്ച പലരെയും നിരീക്ഷിച്ചിട്ടുണ്ട്. അവർ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ വ്യക്തിത്വമാണ് അവിടെ സംസാരിക്കുന്നത്. അവരുടെ നടപ്പിലൊരു ആത്മവിശ്വാസം ഉണ്ടാകും, വസ്ത്രധാരണത്തിലൊരു വൃത്തി ഉണ്ടാകും, സമയപാലനത്തിലാണെങ്കിൽ വളരെ അച്ചടക്കം ഉണ്ടാകും, സംസാരത്തിൽ വളരെ ഒരു മാന്യത കൊണ്ടുവന്നിട്ടുണ്ടാകും. അതാണ് അവരുടെ വിജയത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ചിലർ കരുതും ഞാൻ സിമ്പിളാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നടന്നാൽ മതിയെന്ന്. പക്ഷെ സത്യം അതല്ല. ലാളിത്യം എന്നത് ബ്രാൻഡഡ് വസ്ത്രം ഒഴിവാക്കുന്നതാണ്, അല്ലാതെ വൃത്തി ഒഴിവാക്കുന്ന കാര്യമല്ല കേട്ടോ. 2 ജോഡി വസ്ത്രം മാത്രമേ നമുക്കുള്ളൂ എങ്കിൽ അവ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ അച്ചടക്കമുള്ളൊരു മനുഷ്യനെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർക്കുക, അവസരങ്ങൾ ആദ്യം വിശ്വാസമാണ് നേടുക. ഒരു ജോലി നൽകുമ്പോൾ, ഒരു ബിസിനസ് അവസരങ്ങൾ നൽകുമ്പോൾ, ഒരു വലിയൊരു ഉത്തരവാദിത്തം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ആളുകൾ ആദ്യം അന്വേഷിക്കുന്നത് വിശ്വാസ്യതയാണ്. അത് നമ്മുടെ അവതരണം തന്നെ ആ വിശ്വാസത്തിൻ്റെ ആദ്യ പടി നമ്മൾ നേടിയെടുക്കും കേട്ടോ. പക്ഷെ ഒരു കാര്യം മറക്കരുത് കേട്ടോ, നല്ല വസ്ത്രം വാതിലുകൾ തുറക്കും, പക്ഷേ ആ വാതിലിനുള്ളിൽ തന്നെ നിന്നെ നിലനിർത്തുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് കേട്ടോ. വസ്ത്രം ശ്രദ്ധ നേടും, അറിവ് ബഹുമാനം നേടും, സ്വഭാവം ഹൃദയം കീഴടക്കും. അതിനാൽ പുറം ഭംഗിയിലുള്ള ഉള്ളിലെ മൂല്യങ്ങൾ ഒരേപോലെ അങ്ങ് വളർത്തുക. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. എല്ലാ ദിവസവും പുറത്തിറങ്ങുന്നതിന് മുൻപ് കണ്ണാടിയിൽ നോക്കി ഒരു ചോദ്യം ഒന്ന് ചോദിക്കുക. ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച രീതിയിലാണോ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത്. അതേ എന്നാണ് നിങ്ങളുടെ മനസ്സ് ഉത്തരം പറയുന്നത് എങ്കിൽ വിജയം നിന്നെ തേടി വരാൻ അധിക സമയമൊന്നുമില്ല കേട്ടോ. വിജയം തൊട്ടടുത്താണ്. അവസാനമായിട്ടൊരു വാക്ക്, ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സ്വന്തം ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരണം. വില കൂടിയ വസ്ത്രങ്ങളിലല്ല, വൃത്തിയുള്ള വസ്ത്രങ്ങളായിരിക്കണം. വലിയ വലിയ വാക്കുകളല്ല, നല്ല സ്വഭാവമായിരിക്കണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ജീവിതമായിരിക്കരുത്, നമുക്ക് നമ്മൾ തന്നെ മാതൃകയാകുന്ന ജീവിതമായിരിക്കണം. ഓർക്കുക, വസ്ത്രം വാതിലുകൾ തുറക്കും, എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സ്വഭാവമാണ് അവിടെ നിങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കുന്നത്. വിജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റുക. അപ്പോൾ നിങ്ങൾ കാണും നിങ്ങളെ ലോകം എങ്ങനെ ബഹുമാനിക്കുന്നു എന്നുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.